ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയെ അറിവുള്ളവർക്കും അറിവില്ലാത്തവർക്കും വിദ്യാഭ്യാസം ഉള്ളവർക്കും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ FCRA നിയമം ഭേദഗതിയെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നു. എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ തിരുത്താവുന്നതാണ്. FCRA നിയമം പണ്ട് മുതലേ നമ്മുടെ നാട്ടിലുണ്ട്. വിദേശ നാട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലെ ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന നിയമം. എല്ലാ രാജ്യങ്ങൾക്കും ആ നിയമമുണ്ട്. ഓസ്ട്രേലിയയിലും ആ നിയമമുണ്ട്. അതൊന്ന് ഭേദഗതി വരുത്തിയിട്ട് അവർ പറഞ്ഞു, ഈ പൈസ കൊണ്ടുവരുന്ന കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ, ഈ പൈസ അനാവശ്യമായിട്ട് ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ രാജ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, ഭീകര പ്രവർത്തനങ്ങൾക്കും മറ്റും ഉപയോഗിച്ചാൽ, അങ്ങനെ അവർ കണ്ടുപിടുത്തിക്കഴിഞ്ഞാൽ ഈ സ്ഥാപനം തന്നെ ഗവൺമെൻറ് ഏറ്റെടുക്കും. അങ്ങനെയാണ് നിയമത്തിൽ ഭേദഗതികൾ വരുത്തി. പക്ഷേ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യ സമൂഹത്തിന് ഭയങ്കര വിഷമത്തിലാണ്. അവർ പറയുന്നത് ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് മൊത്തം പോകും എന്ന് പറയുന്നു. ക്രിസ്ത്യാനികൾ പേടിക്കണ്ട. ഇപ്പം ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് 99% ക്രിസ്ത്യ സ്ഥാപനവും യാതൊരു ഭീകര പ്രവർത്തനങ്ങളും നടത്തുന്നില്ല, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല. ഏറ്റവും കൂടി വന്നാൽ ഇവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ വരുന്ന പൈസ അടിച്ച് മാറ്റി വല്ല കാറ് മേടിക്കുമോ വീട്ടിൽ സഹായിക്കുമോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരിക്കും. പക്ഷെ അതൊഴിച്ച്, അല്ലെങ്കിൽ പൈസ അടിച്ചു മാറ്റുമായിരിക്കും, പക്ഷെ അതൊഴിച്ച് യാതൊരു ഭീകര പ്രവർത്തനങ്ങളും ചെയ്യാറില്ല. ഈ ഭീകര പ്രവർത്തനങ്ങളെ, നമ്മുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് FCRA നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നത്. ഈ പൈസ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുക. ഇപ്പം ഞാൻ ചെറുതായൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ FCRA പോലുള്ള നിയമങ്ങൾ കാര്യമായിട്ട് പ്രാബല്യത്തിൽ ഇല്ലാത്ത ചില രാജ്യങ്ങളെ കുറിച്ച് പറയാം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പാലസ്തീൻ കേൾക്കാത്ത ഒരു മനുഷ്യനില്ല. ഈ പാലസ്തീൻ്റെ ഒരു ഭാഗമാണ് ഗാസ കൊണ്ടുനടന്നിരുന്നത്, ഭരിച്ചിരുന്നത് ഹമാസ് എന്ന് പറഞ്ഞ ഒരു ഭീകര സംഘടനയാണ് നടത്തിയിരുന്നത്. അപ്പം അവര് ഈ മുസ്ലിം രാജ്യമാണ് പാലസ്തീൻ എന്നൊക്കെ അറിയാമല്ലോ. അവിടെ ഈ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഈ മുസ്ലിങ്ങളുടെ റംസാനൊക്കെ വന്നു കഴിയുമ്പോൾ ഈ പെരുന്നാൾ സമയത്ത് ഇവന്മാരെന്നാ ചെയ്യും, ഇവിടുന്ന് രണ്ട് ബോംബ് എടുത്തുകൊണ്ടെന്ന് ഇസ്രായേലിൽ കൊണ്ടുവരും. അല്ലെങ്കിൽ അവിടുന്ന് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഭീകര പ്രവർത്തനം അവിടെ ചെയ്യോടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഇസ്രായേൽ തിരിച്ച് അടിക്കും. തിരിച്ചടിച്ച് കഴിയുമ്പോൾ ഇവർ കുറേ ആളുകൾ ചാകുമ്പോൾ ഇവർ കിടന്ന് കാര്യം, അയ്യോ ഞങ്ങളെ ഞങ്ങൾ ഒന്നേന്ന് പറഞ്ഞ് ഇവർ കിടന്ന് ഭയങ്കര കാർച്ച വയ്ക്കുമ്പോഴത്തേക്കും ഈ വിദേശ നാട്ടിൽ നിന്നുള്ള, അതായത് ഇന്ത്യ സഹിതമുള്ള ഓസ്ട്രേലിയയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവരെ സഹായിക്കാൻ വേണ്ടി ഫണ്ട് അയച്ചു കൊടുക്കും. ഈ ഫണ്ട് കൊണ്ട് അവരെന്ത് ചെയ്യും? അവർ തുരങ്കങ്ങൾ നിർമ്മിക്കുകയും അവർ ബോംബുകൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ മറ്റ് ഭീകര പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സാധനങ്ങൾ മേടിച്ച് കൂട്ടുകയും ചെയ്യും. അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെ ഈ FCRA നിയമം ഉപയോഗിക്കുന്നില്ല, അതായത് കൃത്യമായി ഉപയോഗിക്കുന്നില്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അവർ അത് ദുർവിനിയോഗം ചെയ്ത് മറ്റു രാജ്യങ്ങളെ ഉപദ്രവിക്കുന്നു. അതാണ് അവർ ചെയ്തത്. ഈ അവസ്ഥ നമ്മുടെ നാട്ടിൽ വരാതിരിക്കാൻ വേണ്ടി, ഇന്ത്യയിൽ വരാതിരിക്കാൻ വേണ്ടി FCRA നിയമത്തിൽ ഭേദഗതികൾ ഓരോ കാലഘട്ടങ്ങളിൽ വരുത്തും. അപ്പം അങ്ങനെ വരുത്തിയതാണ് ഈ പൈസ കൊണ്ടുവരുന്ന പൈസ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് ചെയ്യാവുള്ളൂ. ഇതിന് കൃത്യമായ കണക്കുകൾ വേണം, ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ അത് എവിടെ ഉപയോഗിക്കണം എന്നൊരു നിയമം ഉണ്ടായി. ആ നിയമമാണ് ഈ FCRA നിയമം എന്ന് പറയുന്നത്. ഇത് NGO എന്നൊക്കെ പറയും. ഇത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പം നമ്മുടെ അച്ഛന്മാരും കന്യാസ്ത്രീകളൊന്നും പേടിക്കണം. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഇപ്പം കുത്തിപ്പൊക്കാനുള്ള കാരണം എന്ന് വിചാരിച്ചാൽ, ഇത് പൊക്കുവാണെങ്കിൽ കുറച്ച് ക്രിസ്ത്യാനികൾ വോട്ട് മാറ്റി ചെയ്യും. BJPക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവർ മാറ്റി ഞങ്ങളുടെ ജാതിയെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പ്രതീക്ഷിച്ച് അവർ വോട്ട് മാറ്റി കുത്തുന്നതാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ക്രിസ്ത്യാനികൾ ചെയ്യേണ്ട അതല്ല. ക്രിസ്ത്യാനികൾക്ക് ഒരുമില്ല. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. നമ്മുടെ PC ജോർജ് 5 വർഷങ്ങൾക്ക് പുള്ളി അങ്ങ് തോറ്റുപോയി. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം പുള്ളി ജയിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, ഹിന്ദുക്കൾക്ക് വേണ്ടി നിയമസഭയിൽ സംസാരിക്കാൻ ഒരേ ഒരു വ്യക്തി ഉണ്ടായിരുന്നുള്ളൂ, PC ജോർജ്. അല്ലാത്ത അതിന് മുമ്പ് ഉണ്ടായിരുന്നു, അത് KM മാണി മരിച്ചുപോയി. അതിനുശേഷം PC ജോർജാണ് നമുക്ക് വേണ്ടി സംസാരിച്ചു വരുന്നത്. ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി ഈ ശബരിമലയത്തെ കാര്യങ്ങൾ സംസാരിക്കുകയും മറ്റും ചെയ്തത് ഈ PC ജോർജ് ഏറ്റവും ഫ്രണ്ടിലുണ്ടായിരുന്നു. അതുമല്ല, ഇപ്പം ഈ RSSോ അല്ലെങ്കിൽ BJPയോ PC ജോർജ് ഒന്നും ഇല്ലെങ്കിൽ ശബരിമല തന്നെ പൊളിച്ച് വിറ്റാലും ആരും ചോദിക്കത്തില്ല. LDFും ചോദിക്കത്തില്ല, UDFും ചോദിക്കത്തില്ല. കാരണം രണ്ടുപേരും കൊണ്ടു നടക്കുന്ന സംഘടനകൾ, ഭീകര സംഘടന SDPIയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടൊക്കെയാണ് അവർ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആ അവസ്ഥയായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ മാറി സമരങ്ങൾ നടത്തി ഇവരുള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ പാലാ പിതാവിന് തെറി പറയാൻ നേരത്തും ഇതേ എന്താ പറയുക PC ജോർജും ഈ RSS ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലെ ഓരോ പ്രശ്നങ്ങൾക്ക് ഇവർ കൂടെ നിന്ന്. അപ്പം എന്നിട്ട് പുള്ളിനെ നിങ്ങളെല്ലാവരും പറ്റിച്ചു. കാരണം പുള്ളി തോറ്റത് മുസ്ലിങ്ങൾ ഒരുമിച്ച് വോട്ട് ചെയ്തത് കൊണ്ടല്ല പുള്ളി തോറ്റത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പുള്ളി തോറ്റത് ക്രിസ്ത്യാനികൾ പുള്ളിക്ക് വോട്ട് ചെയ്യാത്തോ അല്ലെങ്കിൽ ഹിന്ദുക്കൾ പുള്ളിക്ക് വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് പുള്ളി തോറ്റത്. ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളും വോട്ട് ചെയ്തിരുന്നെങ്കിൽ പുള്ളി തോക്കത്തില്ല. ജാതി പറഞ്ഞതല്ല, അവർ ഒരുമിച്ച് വോട്ട് ചെയ്തിരുന്നെങ്കിൽ അവർ പുള്ളി തോക്കത്തില്ല. അതാണ് സത്യാവസ്ഥ. ഇപ്പോഴത്തെ ആവശ്യം എന്ന് വെച്ചാൽ PC ജോർജിനെ തോപ്പിക്കണം, അതുപോലെ തന്നെ ഷോൺ ജോർജിനെ തോപ്പിക്കണം. ഇതാണ് അവരുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത്, ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുക്കൾക്കും വേണ്ടി സംസാരിക്കാൻ നിയമസഭയിലും രാജ്യസഭയിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകണം.
അതിനുവേണ്ടി നമ്മൾ അറിഞ്ഞുകൊണ്ട് ജയിപ്പിച്ച് വിടണം. ജയിപ്പിച്ച് വിട്ടാൽ മാത്രമേ അവർ നമുക്ക് വേണ്ടി സംസാരിക്കൂ. നമ്മുടെ അവകാശം എന്ന് വെച്ചാൽ അനാവശ്യമായ അവകാശങ്ങളല്ല കേട്ടോ, ചോദിച്ച് മേടിക്കാൻ വേണ്ടി നമുക്ക് ആരെങ്കിലും അവിടെ ഉണ്ടാകണം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ ഒരു ഷാജി എന്ന ഒരാൾ പ്രസംഗിക്കുകയാണ്. കഴിഞ്ഞ 9.5 വർഷമായിട്ട് നമ്മുടെ അവകാശങ്ങൾ നമ്മൾ ചോദിച്ച് മേടിക്കാൻ പറ്റും, നമുക്കത് ചോദിച്ച് മേടിക്കാൻ വേണ്ടി നിങ്ങളെ വോട്ട് ചെയ്യണമെന്ന് മുസ്ലിം ലീഗുകാർ പറയുക. അപ്പോൾ അവർ പറയുന്നതിന് കാരണം അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. അവരെ മുസ്ലിങ്ങളെല്ലാം വോട്ട് ചെയ്ത് ഞങ്ങൾ കയറിയിട്ട് വേണം നിങ്ങൾക്ക് അവകാശങ്ങൾ മേടിച്ചില്ല. അതേ അവകാശം ക്രിസ്ത്യാനിക്ക് ഹിന്ദുവിനും ഉണ്ട്, ഇല്ലേ? നിങ്ങൾക്കുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ നിയമസഭയും രാജ്യസഭയിലേക്ക് വോട്ട് ചെയ്ത് അയക്കുക. ബുദ്ധിയുള്ളവർ ചെയ്യുക. നിങ്ങൾ പാർട്ടി പറഞ്ഞ് മതം പറഞ്ഞ് നടന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. നിങ്ങൾ ഇല്ലായ്മ ചെയ്യുമെന്നുള്ള സത്യം ഞാൻ തിരിച്ച് വീണ്ടും പറയുക. നമ്മുടെ നാട് ഒരു ഭീകര പ്രവർത്തന രാജ്യം ഒരു നാടല്ലാതെ നല്ല എല്ലാ മതസ്ഥരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന എല്ലാവരുടെയും അവകാശങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്റ്റേറ്റായി നമ്മുടെ നാട് മാറണം. അതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. അപ്പം അവർക്ക് അവകാശങ്ങൾ ചോദിച്ച് മുസ്ലിം സഹോദരങ്ങൾക്ക് അവകാശങ്ങൾ ചോദിച്ച് മേടിക്കാൻ അവകാശം ഉണ്ടെങ്കിൽ നമുക്കും അവകാശമുണ്ട്. മുസ്ലിം സഹോദരങ്ങൾ അവർ വോട്ട് ചെയ്ത് ആളുകളെ അവരങ്ങോട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ അവരാണ് അവർക്ക് വേണ്ടി സംസാരിക്കുക. എന്ന് പറഞ്ഞതുപോലെ ക്രിസ്ത്യാനി ഹിന്ദുവും നിങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങളുടെ ആളുകളെ നിങ്ങൾ നിയമസഭയിലും രാജ്യസഭയിലും അയക്കുമ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. അല്ലാതെ നിങ്ങൾ അതായത് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്താൽ അവർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും, അവർക്ക് വേണ്ടി സംസാരിക്കും. ഇപ്പൊ പല മുസ്ലിം ലീഗിന്റെ ആളുകളൊക്കെ മത്സരിക്കുന്ന അവർ സ്വന്തമായി ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാൻ ജയിക്കാൻ പറ്റുന്ന നിസാര മണ്ഡലങ്ങളേ ഉള്ളൂ. അതൊഴിച്ച് ബാക്കി മണ്ഡലങ്ങളിൽ ക്രിസ്ത്യാനിയുടെ ഹിന്ദുവിന്റെ വോട്ട് കൊണ്ട് അവർ ജയിക്കുന്നത്. നിങ്ങളൊന്ന് മാറ്റി ചെയ്ത് നോക്കിയേ, ഇവരെല്ലാം തോക്കും. ഇവർ തോറ്റു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി ആര് സംസാരിക്കത്തില്ല. അപ്പൊ ഈ വർഷം വോട്ട് ചെയ്യുമ്പോൾ എന്നാ ചെയ്യണം? നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ആളുകൾ മത്സരിപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ക്രിസ്ത്യാനി ഹിന്ദു എന്നെ ചെയ്യണം, അവർക്ക് വോട്ട് ചെയ്യരുത്, വോട്ട് മാറ്റി ചെയ്യണം. മാറ്റി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അടുത്ത തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ ബുദ്ധിയുള്ളവർക്ക് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ബുദ്ധിയുള്ളവർക്കും ബുദ്ധി ഇല്ലാത്തവർക്കും മനസ്സിലായി എനിക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് എന്നാ വേണ്ടത്? അടുത്ത തെരഞ്ഞെടുപ്പില് LDF UDF ഭരണത്തിൽ വരാതെ BJPക്ക് വോട്ട് ചെയ്ത് അവർ ജയിച്ചാലും തോറ്റാലും നിങ്ങൾ വോട്ട് ചെയ്യുക. വോട്ട് ചെയ്ത് നമ്മുടെ ബലം നമ്മൾ കാണിക്കുക. അങ്ങനെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഒക്കെ രാജ്യസഭയിലും അതുപോലെ തന്നെ നിയമസഭ ഇതൊക്കെ ഉണ്ടാകട്ടെ. ഓക്കെ, അടുത്ത വീഡിയോ ഈ സഹോദരൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, എന്നാ ബൈ.